ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പയൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. താങ്ക് യു. ഒത്തിരി ലവ്, റൊമാൻസിൻ്റെ എനർജി ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം പയൽ നമ്പർ 1. താങ്ക് യു. ഇവിടെ വന്നിട്ട് 8 ഓഫ് സോഡ്സിൻ്റെ എനർജി, 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, 9 ഓഫ് പെൻറ്റക്കിൾസ്, കണ്ടോ ബാക്കിൽ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, അതിൻ്റെ ബാക്കിൽ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഗ്രോത്ത്, വളർച്ച കാണാനായിട്ട് ഈ ഒരു ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്കിത് ഫിനാൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കാം, കുറച്ച് പേർക്കിത് ലവ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് ആയിരിക്കാം. കാരണം ഇവിടെ 8 ഓഫ് സോഡ്സിലും നിങ്ങൾ കുറേ നാളായിട്ടൊരു കൺഫ്യൂഷനിൽ ഇരിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് എന്ത് ഡിസിഷൻസ് എടുക്കണം, പാസ്റ്റിലെ എനർജീസ് മനസ്സിലാകാതെ ഇരിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ടുള്ള ഒരു ഡിവൈൻ സപ്പോർട്ട്, ഒരു ഗൈഡൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹാർട്ട് ചക്ര ഹീലിംഗിൽ കുറേ കൂടെ ഇന്നത്തെ ദിവസം ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട്, ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, ഒത്തിരി ചേഞ്ചസിൽ കൂടെ നിങ്ങൾ ഇന്നത്തെ ദിവസം കടന്നു പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ റൂട്ട് ചക്രയാണ്. ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാനായിട്ട്, എന്ത് ട്രിഗർ വരുന്നുണ്ടെങ്കിലും സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിലും ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇവിടെ നിങ്ങളോട് പറയുന്നത് ചിലപ്പോൾ ഹിഡൻ ആയിട്ടുള്ള പല എനർജീസും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടാകാം. നിങ്ങൾക്ക് മനസ്സിലാകാതെ പല കാര്യങ്ങളും നിങ്ങളെ സ്റ്റക്കാക്കി നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷേ നിങ്ങൾ എപ്പോഴും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ലൈറ്റിലോട്ട്, ആ ഒരു പോസിറ്റിവിറ്റി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്തിൽ കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. വൈസായിട്ടുള്ള, ബുദ്ധിപൂർവ്വം നിങ്ങൾ ഡിസിഷൻസ് എടുക്കാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. മണി ഫിനാൻസ് നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക, മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡിപെൻഡൻസ്, നിങ്ങളുടെ ഫ്രീ വില്ല്, നിങ്ങൾക്ക് എല്ലാം ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്, ആ ഒരു പവർ ഉണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ടും ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. ഓക്കെ, വേറെ എന്ത് എനർജിയാന്ന് നോക്കാം. ഇന്നത്തെ ദിവസം വന്നിട്ട് പയൽ നമ്പർ 1. താങ്ക് യു. ഗെറ്റ് സപ്പോർട്ട് ഫ്രം എ ട്രസ്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ലൈക്ക് മൈൻഡഡ് ഫ്രണ്ട്സ്. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരായിട്ട് അത് ഷെയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരിൽ നിന്നിട്ട് ഗൈഡൻസ് നേടാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് പാസ്റ്റിലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആയിട്ടുള്ള എന്തെങ്കിലും ഇമോഷണൽ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രബിൾ ആയിരിക്കാം. അതായിരിക്കാം നിങ്ങളിവിടെ സ്റ്റക്കാക്കി നിർത്തിയേക്കുന്നത്. അതെങ്ങനെ പോസിറ്റീവ് വേയിൽ, ഹെൽത്തി വേയിൽ പുറത്തോട്ട് കളയാം, അതായിട്ടും കണക്ട് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ജേർണലിംഗ് ചെയ്യുന്നത്, എഴുതുന്നത്, എക്സസൈസ് ചെയ്യുന്നത്, മ്യൂസിക്കായിട്ട് കണക്ട് ചെയ്യുന്നത്, എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ആർട്ടായിട്ട് കണക്ട് ചെയ്യുന്നതും ഇന്നത്തെ ദിവസം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നില്ല, ആരും കൂടെയില്ല, അങ്ങനത്തെ ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുക. നിങ്ങളുടെ കമ്പനി, നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആകാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുക, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക. ആ ഒരു സ്നേഹം, കമ്പാഷൻ്റെ എനർജിയിൽ ഇരിക്കാനായിട്ടാണ് ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പയൽ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.
ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. പൈൽ നമ്പർ 2, താങ്ക് യു. പൈൽ നമ്പർ 2. ഇവിടെ വന്നിട്ട് പേജ് ഓഫ് കപ്സിൻ്റെ എനർജി, 6 ഓഫ് പെൻറ്റക്കിൾസ്, death and rebirth, the world, ബാക്കിൽ വന്നിട്ട് ദ ചാരിയറ്റ്, അതുപോലെ തന്നെ നൈറ്റ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി. ഇന്നത്തെ ദിവസം ഒത്തിരി പവർ, ഒത്തിരി എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ഹാൻഡ്സ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ആർട്സ് ആയിരിക്കാം, ക്രാഫ്റ്റ്സ് ആയിരിക്കാം, ഓക്കെ, എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്. കുറച്ച് പേർക്ക് ന്യൂ ക്രിസ്റ്റൽ, എന്തെങ്കിലുമൊക്കെ പുതിയ ബ്രേസ്ലെറ്റൊക്കെ വാങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പോസിബിൾ ആകുന്നതാണ്. ഓക്കെ, ഒത്തിരി പാഷൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി സ്റ്റെബിലിറ്റി. കുറച്ച് പേർക്ക് ഇത് ഫാമിലി ലൈഫിലായിരിക്കാം. ഒത്തിരി സ്റ്റേബിളായിട്ടുള്ള എനർജിയിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് ഇന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ചാരിയറ്റ് വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടെ ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്താണോ നിങ്ങളുടെ ഗോള്, ഏത് രീതിയിലാണോ നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടത്, അതിലൊരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ വിൽ പവർ, നിങ്ങളുടെ ആ ഒരു ദൃഢനിശ്ചയം നിങ്ങളെ ഒത്തിരി മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ വന്നിട്ട് ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങളുടെ വിഷ് ആയിരിക്കാം, നിങ്ങളുടെ ഡ്രീംസ് ആയിരിക്കാം, ഇന്ന് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ്റെ എനർജി നിങ്ങൾക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ടിരിക്കാനായിട്ട്, തുറന്ന മനസ്ഥിതിയോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നുണ്ട്. യൂണിവേഴ്സിന് കുറച്ചും കൂടെ താങ്ക്ഫുൾ എനർജിയിലിരിക്കാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, 6 ഓഫ് പെൻറ്റക്കിൾസിൽ വന്നിട്ട് നിങ്ങളുടെ മണി, ഫിനാൻസ് അല്ലെങ്കിൽ എനർജി എക്സ്ചേഞ്ച്, കൊടുക്കൽ വാങ്ങൽ, ആ ഒരു എനർജി കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, യൂസ് ചെയ്യുന്ന വേർഡ്സ് കുറച്ചും കൂടെ കെയർഫുൾ ആകുക. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വേർഡ്സ്, എന്തെങ്കിലുമൊക്കെ പ്രോമിസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ സേഫാക്കി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റും ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതും കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് നിർത്താനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, വേറെ എന്ത് ഗൈഡൻസ് ആണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം വന്നിട്ട്. താങ്ക് യു. ഇവിടെ വന്നിട്ട് ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഫ്രം ആൻ അൺഎക്സ്പെക്റ്റഡ് സോഴ്സ് ഇസ് കമ്മിങ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ്, എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തിയിൽ നിന്നിട്ടായിരിക്കാം ആ ഒരു എനർജി വരുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. വേറെ എന്ത് ഗൈഡൻസ് ആണ്, ഒരു മെസ്സേജും കൂടെ എടുക്കാം. താങ്ക് യു. അണ്ടർസ്റ്റാൻഡ് വൈ ഹെൽത്തി ബൗണ്ടറീസ് ആർ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെൽത്തി ബൗണ്ടറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു എനർജി എക്സ്ചേഞ്ചിൽ, കൊടുക്കൽ വാങ്ങലിൽ കുറച്ചും കൂടെ കെയർഫുൾ ആകുക. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അറിയാത്ത വ്യക്തികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആയിരിക്കാം. ചിലപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു വ്യക്തിനെ പരിചയപ്പെടുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. നമ്മുടെ സീക്രട്സ് എല്ലാം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അത് കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് വർക്ക് സ്പേസിൽ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ അത് പിന്നീട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറി ഇന്നത്തെ ദിവസം സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങൾ മണി, ഫിനാൻസ്, നിങ്ങൾക്ക് അത്ര ഉറപ്പില്ലാത്ത കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങളുടെ പാസ്റ്റിലെ എനർജീസാണ് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ കമ്പാഷൻ, കുറച്ചും കൂടെ സ്നേഹം, നിങ്ങളെ ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ടും ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.